രമ്യ എടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഒറ്റയ്ക്ക് ഒരു പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഭാര്യയായിട്ട് 13 കൊല്ലം ഇങ്ങനെ നിക്കുന്നില്ലേ? ഇതിനെക്കാട്ടിലും 14 കൊല്ലം കഴിഞ്ഞു. ഇനി ഞാൻ എന്തൊക്കെ വേണം? ഇതിനും വലുത് വരാനുണ്ടോ? വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രവൃത്തിയിലൂടെയാണ് ഈ ചോദ്യം ചോദിക്കണമെന്നായിരുന്നു കറക്റ്റ് അവളോട് തന്നെ എന്നോട് ചോദിക്കായിരുന്നു. പക്ഷെ എന്നാലും ഇത് തന്നെ ഇത് തന്നെ പറഞ്ഞേനെ തിരിച്ചു. മോസ്റ്റ് ചലഞ്ചിങ്. പക്ഷെ അങ്ങനെയല്ല, അതായത് എന്തെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കൂടെ ആരും ഇല്ലാതിരുന്നിട്ടും അല്ല ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഇതായിട്ട് തന്നെ പറയാം. നീലേട്ടൻ്റെ അച്ഛനെയും കൊണ്ട് 2 തവണ അച്ഛൻ കുറച്ച് നാളായിട്ട് അച്ഛന് കിഡ്നി കുറച്ച് പ്രോബ്ലമായിട്ട് അച്ഛൻ ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ ഫുൾ ടൈം. അന്നേരം നീലേട്ടൻ ദുബായിൽ തന്നെയായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ശരിക്കും 2 ഇൻസിഡൻറ്റ് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്നും എനിക്ക് വയ്യാണ്ട്. ഒന്ന്, നീലന്റെ സിസ്റ്റർ UK അപ്പൊ അവരെ നമ്മൾ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. അപ്പൊ അച്ഛന് അവർ പോകുന്നതിൽ ഭയങ്കര സങ്കടം. മോളുണ്ട്, അപ്പൊ ആ മോളെ ഇനി ബൈ പറഞ്ഞ് ഇനി നെക്സ്റ്റ് ഇയറിലെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു സങ്കടം. അപ്പൊ എയർപോർട്ട് എത്താറായപ്പോഴത്തേക്ക് അച്ഛന് അങ്ങ് തുടങ്ങി. അച്ഛന് അന്നേരം ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് അച്ഛന് ബ്രെത്ത്ലെസ് ആയി, അച്ഛന് ബ്രീത് കിട്ടുന്നില്ല. പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണൊക്കെ മേപ്പോളിലേക്ക് പോയി. അച്ഛൻ നേരെ ഇങ്ങനെ ശരിക്കും നമുക്ക് ലാസ്റ്റ് ഇതെടുക്കുന്ന പോലെ അച്ഛൻ ഇങ്ങനെ വലിക്കുകയാണ്, ശ്വാസം കിട്ടാൻ. അന്നേരത്തേക്ക് അച്ഛൻ സ്വെറ്റ് ചെയ്തു, ഇതാവണ്ട്, കണ്ണ് നിറയണ്ട. അച്ഛൻ എന്നെ ഇങ്ങനെ പിടിക്കണ്ട, എങ്ങനെയെങ്കിലും ഇതാവാൻ. അച്ഛനൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ പെട്ടെന്ന് ഞാൻ സിസ്റ്ററിലോനെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് ബൈ പറയാനൊന്നും നിന്നില്ല. അവളെ പെട്ടെന്ന് കയറ്റി വിട്ടിട്ട് അന്നേരം അച്ഛനും അമ്മയും പറയുന്നുണ്ട് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കണം അമൃതയിലായതുകൊണ്ട് അമൃതയിലേക്ക് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഭയങ്കര ഒരു ഇതായിരുന്നു അച്ഛനെയും കൊണ്ട് അന്നേരം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. എയർപോർട്ടിൽ നിന്ന് അമൃതയിലേക്ക് എത്തിക്കണോ അതോ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? അപ്പൊ ഇവള് ആ സമയത്ത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡില് ഇവള് ആ ഒരു ട്രാഫിക് ടൈമിൽ അവള് ഓടിച്ചോണ്ട് പോയത് അങ്കമാലിയിൽ. കാരണം വെച്ചാൽ ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ. കാരണം അമൃത ഒരു പക്ഷെ അപ്പോഴാണ് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അച്ഛന് ഒരു ഹാർട്ട്, അച്ഛൻ്റെ ഇപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ നമ്മൾ, ഹാർട്ട് അച്ഛൻ്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ആ സമയം റോട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അച്ഛൻ അന്നേ നഷ്ടപ്പെട്ടത്. അപ്പൊ ആ സമയത്ത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതെനിക്കൊരു എന്റെ ഒരൊറ്റ ഇതിലാണ്. ഞാൻ വണ്ടി അമൃതയിലേക്ക് എടുത്തിട്ട് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ട്രാഫിക്കിൽ എത്തില്ല, ഭയങ്കര പീക്ക് ട്രാഫിക് ടൈമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അച്ഛാ ഞാൻ വണ്ടി എടുക്കാണ്. അപ്പൊ എനിക്കൊരു ഇത് ദൈവമേ എന്റെ ഒരു ഡിസിഷൻ തെറ്റരുതല്ലോ. പക്ഷെ അവരിങ്ങനെ പറഞ്ഞിട്ട് പോകണ്ട, അത് മോളുടെ കരച്ചില ഇത്. പക്ഷെ ആ ഒരു ഇതിലെ ദൈവം എനിക്ക് ആ ഒരു ഇതിൽ പെട്ടെന്ന് ഞാനത് ആ പോയ പോക്ക് എനിക്ക് ഇന്നും ഞാൻ ആ കാർ ഓടിച്ചുകൊണ്ട് പോയത് ഞാൻ ഭയങ്കര ഇതിലന്ന് അവിടെ എത്തിച്ചു. ആ സെക്കൻഡിൽ അച്ഛനെ അങ്ങനെ രക്ഷിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു പണ്ടുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഇതൊന്നും പരിചിതരാത്തോണ്ട് അവർക്ക് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ ആങ്ങളെ വേണം, ഒറ്റയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതൊക്കെ. ആ കാര്യത്തിലൊക്കെ രമ്യ കുറച്ച് ബോൾഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ആവശ്യമില്ല. മനസ്സിലായി. കാരണം അവള് വീട്ടിലും അവളെ വളർത്തിയത് അങ്ങനെയാണ്. ഇപ്പൊ മോളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ മനസ്സിലായി. ഞാൻ ഭയങ്കര ഒരു ബെസ്റ്റ് വൈഫിനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സോ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ചക്കിക്കൊത്ത ചങ്കരൻ. ശരിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് കഴിഞ്ഞാൽ ഞാൻ രമ്യനെ നമ്മൾ നേരത്തെ ഇതുപോലെ ഷോസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പരിചയമുണ്ട്, ഒരേ മേഖലയിലുള്ളവരല്ലേ, TV-യിൽ കണ്ട പരിചയമുണ്ട്. രമ്യനെ ഞാൻ ഇതിനു മുമ്പ് ഷോസ് കണ്ടിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്കറിയാം. രമ്യക്ക് തിരിച്ചു എന്നെ അറിയാം. നമ്മൾ ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലിലേക്ക് പോയി. ആ ഫ്രണ്ട്ഷിപ്പ് ലെവൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് സെൽഫിഷായിട്ട് ചിന്തിച്ചു എനിക്ക് പറ്റിയ ഒരാളാണ് അവളെന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ എനിക്ക് കറക്റ്റ് ഇതാണ്. ഞാൻ എന്ത് ചെയ്താലും അവൾ അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് അത് ഈസി ആണല്ലോ ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെ നമ്മൾ വിചാരിച്ച, അതായത് നമ്മളിപ്പോ കുഞ്ചാക്കോ ബോബൻ ശാലിനി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വിചാരിച്ചു നിഖിൽ ആൻഡ് നിമ്മി അവര് കല്യാണം കഴിക്കും. അല്ല, ഇന്നും ചിലര് വിചാരിക്കുന്നത് ഞാൻ നിമ്മിയാന്ന. ചിലർ കണ്ടിട്ട് നിഖില് നിമ്മി അല്ലേ എന്നും പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിമ്മി അല്ല. ഞാൻ ചിലർ അങ്ങനെയാണ്, നിഖിലും നിമ്മിയും ആണ്. രണ്ടുപേര് രമ്യയും ആങ്കർ ആയതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിർത്തിയോണ്ട് ചോദിച്ചിട്ടുണ്ട് വൈഫ് നിമ്മിക്ക് സുഖമല്ലേ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇതാണ് വൈഫ്, ഇതാണ് വൈഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ.
അങ്ങനെയും സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിചാരിച്ചു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ചില പേഴ്സ് അങ്ങനെയല്ലോ. നമ്മുടെ നിമ്മിക്ക് മനസ്സില് വിവരമുള്ളതുകൊണ്ട് നിമ്മി എപ്പോഴേ രക്ഷപ്പെട്ടു. നിമ്മി നല്ല വിവരമുള്ള ഒരാളെ കല്യാണം കല്യാണം കഴിച്ചു. കഴിച്ച് സമാധാനമായിട്ട് ദുബായില് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ എപ്പോഴും നിമ്മിയുടെ അടുത്ത് പറയും, ഇങ്ങനെ പറയുമ്പോ നിമ്മി ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. എന്നോട് ഈ ചതി അപ്പൊ നിമ്മി എന്നോട് പറയും നിനക്ക് അത് തന്നെ വേണമെന്ന്.